ഗിരിയോ? ഗുണ്ടയോ? മോളോട് ഇതാരാ പറഞ്ഞേ? ഗിരി മരിച്ചുപോയ സഖാവ് മാധവന്റെ മോനാ. സെന്റ് തോമസിന്ന് ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ കൃഷിയാ. ആൾക്കതാ ഇഷ്ടം. നിന്റെ കാഞ്ഞാണി ചേട്ടന്റെയും വായ്നോക്കി കൂട്ടുകാരുടെയും ശല്യം കാരണം ഞാൻ ആ ഗിരിയോടൊന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ പറഞ്ഞേ. അല്ല, മോൾ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നേ? പോട്ടെ. ഗിരിയോ സെറ്റപ്പ് ഗടിയല്ലേ? അടിയാണെങ്കിൽ അടി, മര്യാദ ആണെങ്കിൽ മര്യാദ. അവന്റെ കൂടെ എവിടെ പോകാൻ എനിക്ക് ധൈര്യ. പുലിക്കുട്ടിയല്ലേ അവൻ. മോളെ ബ്രേക്ക് ലൈനർ മാറ്റേണ്ടി വരും. 100 അല്ല 1000 രൂപ വേണ്ടി വരും. അത്രയും കാശോ? അത്രയും കാശ് വേണ്ടി വരും. അതിന്റെ ഇതൊക്കെ മാറ്റാനുള്ളതാണ്. തരാം. ഒരിക്കലും ഈ കൊച്ചു ബൈക്ക് വെക്കല്ലേ എന്ന് ഉരുട്ടി മറിച്ചിട്ടുകൊണ്ടിരിക്കണേ. ഡോക്ടറെ, ഈ കമ്മിറ്റി മീറ്റിംഗിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യാ? അതൊന്നും സാരമില്ലടോ, താൻ ടെൻഷൻ ആകാതെ. അതൊക്കെ ഗിരിയുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവൻ നോക്കി. എന്നാ ശരി, ഞാൻ അങ്ങോട്ട്. ഞാൻ പിന്നെ അങ്ങനെ എനിക്കൊഴികെ നാട്ടിലുള്ള എല്ലാവർക്കും ഗിരിയേട്ടൻ അറിയാന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഗിരിയേട്ടനല്ലേ? നിനക്കറിയോ? അറിയോന്നോ? അങ്ങേരെ കുങ്ഫു മാസ്റ്റർ അല്ലേ? പുള്ളി എന്റെ അനിയൻസ് പഠിക്കുന്ന കുങ്ഫു അക്കാദമിയിലെ മാഷ്. ഏത് അക്കാദമി? എവിടെ? 2 മസാല ദോശ പിന്നെ ഒരു മിൽക്ക് ഷേക്ക്. നിന്നെ ഞാൻ കൊണ്ടുപോവാം. ഇത്രയും പ്രാക്ടീസ് കൊണ്ട് അടുത്താഴ്ച നീ ടൂർണമെന്റ് പോണെങ്ങനെ? ഇങ്ങനെ പോയാൽ നിന്നെ നെഞ്ചത്ത് പഞ്ചാരി മഴ നടത്തും. മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യും. ശരി മാസ്റ്റർ. എന്തേ? ഞാനിവൾക്ക് അയ്യോ അത് ഐ മീൻ എന്റെ അനിയന്മാരെ കാണാൻ വന്നതാ. എന്തിനേമാരും ഇങ്ങോട്ട് വിടുന്നു? ഫുൾ ടൈം ഉറക്കം. ഒരു പുഷപ്പ് എടുക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. അതെങ്ങനെയാ? കണ്ട ഫാസ്റ്റ് ഫുഡ് കൂടെ മേടിച്ചു കൊടുത്ത് ഒന്നിനും കൊള്ളാത്ത പരുവത്തിലാക്കിയേക്കല്ലേ. ആദ്യം വീട്ടിലുണ്ടാക്കണ കുറച്ച് കഞ്ഞിയും പയറും കൊടുത്ത് ഇവരെ വണ്ണം കുറയ്ക്കാൻ നോക്കും. എന്നിട്ട് മതി ഈ കുങ്ഫും കളരിയൊക്കെ. അതിന് വീട്ടിലുള്ളവർക്ക് വല്ലതും ഉണ്ടാക്കാനറിയണം. ചെല്ല്, വേഗം പോവാൻ നോക്ക്. തിരിഞ്ഞു നോക്കണ്ട, അങ്ങനെ കളിപ്പില്ല. കയ്യിലാണേ വടി. വാ പോ. എന്റെ പൊന്നു ടോമിച്ചോ, താൻ ഈ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാതെ കേരളത്തിലേക്ക് പാടൂ. ഇവിടുത്തെ ഈ ഹരിതാഭയും ഈ പച്ചപ്പും ഈ കാറ്റും വെയിലും ഇത് വല്ലോ അവിടെ കിട്ടുമോ? ഓ, എത്തിയോ? പോയി കുളിച്ചിട്ട് വച്ചേ. ഊഷ്മളത വേണേ താൻ കേരളത്തിലേക്ക് വരണം. ഊഷ്മളത ഇങ്ങനെ താൻ മാറ്റിവെച്ച് എത്ര കാലമായിട്ടോ ടോമിച്ച. അമ്മ ഈ പയറുകറി ഉണ്ടാക്കണ എങ്ങനെയാ? ഞാൻ വെച്ചോളാം. ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഇതില് തൊട്ടു വരുത്. മോളെ, ഈ പാചകം ആർക്കാനും വേണ്ടി ചെയ്യരുത്. ആളുകൾക്ക് കഴിക്കാനുള്ളതാണ് എന്ന വിചാരം വേണം. എന്ത് ചെയ്യുമ്പോഴും ഒരു ലക്ഷ്യം വേണം. അത് വേണം.
കാണിക്കുന്ന മോളെ? നീ ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചേ. ആരാ നോക്കട്ടെ. ചെപ്പടിക്കുന്നിൽ ചിന്നിച്ചിലമ്പും ചക്കരപ്പൂതേ നമസ്കാരം ആന്റി, തിരക്കിലായിരുന്നോ? അവന്മാര് കുറച്ച് വൈകിച്ചു. മുന്തിരി കേടായി പോയ അമ്മമാരുടെ തലയിൽ കൂടെ മറയ്ക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും നോക്കിയാലോ? എനിക്കറിയാവോ ആരെങ്കിലും? ഞാൻ നോക്കാം ആന്റി. എനിക്ക് അറിയാവുന്ന വേറെ 1-2 പാർട്ടീസ് ഉണ്ട്. എങ്കിൽ അതാ നല്ലത്. വൈനിടണമെങ്കിൽ നല്ല മുന്തിരി തന്നെ വേണം. എനിക്കറിയാവുന്ന പാർട്ടി ആവുമ്പോ എനിക്കും വിശ്വാസം. ഞാൻ പറയാം ആന്റി. സുമിത്രൻ എന്ത് പറയുന്നു? ആ സുഖരിക്കും. എന്നാ ഇറങ്ങട്ടെ? ഇരിക്കടാ, ചായ കുടിച്ചിട്ട് പോവാ. ഇല്ല, ക്ലാസ് ഉണ്ട് അക്കാഡമിയിൽ. ശരി. എന്നാ ശരി. കാടിൻ കുഞ്ഞെ നീ എന്റെ ആനോടൊപ്പം. ആ ആരാണ്ടി വന്നേ? അതാണ് ഗിരി. നീ കണ്ടിട്ടില്ലേ? എത്രയോ തവണ അവനോട് വന്നിരിക്കുന്നു. എന്റെ കെട്ടിയോൻ കുംഫുക്കാരൻ ടോമിച്ചിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. ഇച്ചായന്റെ കൂടെ പണ്ട് തൊട്ടേ അവനോട് വരുമായിരുന്നു. എനിക്ക് വലിയ സഹായ അവൻ. അവന്റെ അമ്മ സുമിത്രയും ഞാനും ഒരുമിച്ച് പഠിച്ചതാ. പാവം, അവക്ക് മാധവട്ടം മരിച്ച പിന്നെ ഗിരി മാത്രമേ ഉള്ളൂ. അവൻ അമ്മയും. എത്ര വേണേലും പഠിക്കായിരുന്നു അവന്. പക്ഷെ അവനിഷ്ടം കൃഷിയും നാട്ടുകാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്നതാ. ആ തീരുമാനം എനിക്കിഷ്ടായി. നാട്ടിലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രം പോരല്ലോ, കൃഷി ചെയ്യാനും ആരേലും വേണ്ടേ? സുമിത്ര നന്നായി കവിതകൾ എഴുതുമായിരുന്നു പണ്ട്. അപ്പോഴാണ് അവള് തീപ്പൊരി സഖാവ് മാധവനെ പ്രേമിച്ച് കെട്ടിയത്. വീട്ടുകാര് പുറത്താക്കി. അതോടെ എഴുത്തും പഠിപ്പും നിന്നു. എന്നിട്ട് അവളിപ്പോ ഒന്നും എഴുതാറില്ല. ഗിരിക്ക് അമ്മ എഴുതാത്തതിൽ നല്ല വിഷമമുണ്ട്. അവനെ നോക്കാനുള്ള കഷ്ടപ്പാടിനിടയിൽ അമ്മയുടെ സ്വപ്നം തകർന്നു പോയിന്നാ അവൻ പറയുന്നത്. അവൻ കരയുന്നത് ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതീതും പറഞ്ഞിട്ടാ. പാവം ചെക്കൻ. നല്ല ചേട്ടനാണല്ലേ? ദുബായിലുള്ള എന്റെ മോള് ഹെലൻ അവനേക്കാൾ ഇളയതായിരുന്നേൽ ഞാൻ അവളെ ഗിരിക്ക് ആലോചിച്ചേനെ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. നമ്മുടെ നാട് വിട്ടോടി കാഞ്ഞാണിയും ഗിരിയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ. അവന് ഗിരിയെ ശരിക്കും അറിയാം. ഒന്നിച്ചു പഠിച്ചതാ? എന്നോട് പറഞ്ഞില്ലല്ലോ. എന്ത്? ഏയ് ഒന്നില്ല. ഹായ് ശ്രീലക്ഷ്മി. ഹായ്. എങ്ങനെയുണ്ട് എന്റെ പുതിയ ബിസിനസ്? ഭാവിയുടെ താരമാണ് മോളെ ഇന്റർനെറ്റ്. അത് നമ്മുടെ നാട്ടിൽ ആദ്യം തുടങ്ങിയതോ ഈ ഡേവിഡ് കഞ്ഞാണി. അയ്യേ, ഇത് ഇമ്മോറൽ ട്രാഫിക് അല്ലേ? എന്ത് ട്രാഫിക്? ഇമ്മോറൽ. പാവം കുട്ടികൾ, അവർക്ക് ഒരുമിച്ച് വന്നിരിക്കാനുള്ള ഏക സ്ഥലമായത്. ഇന്റർനെറ്റ് ഉപയോഗിക്കാം, സ്വസ്ഥമായി സൊള്ളുകയും ചെയ്യാം. എനിക്ക് കാശും കിട്ടും. അയ്യേ. എന്തായേ? അല്ല, നീ എന്താ ഇവിടെ ബ്രൗസ് ചെയ്യണോ? എനിക്ക് ബ്രൗസ് ഒന്നും ചെയ്യണ്ട. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നേ. എന്താ കാര്യം? ഈ ഗിരിയേട്ടനും ചേട്ടനും ഒരുമിച്ച് പഠിച്ചാണല്ലേ? നീ കുറെ നാളായാലും ആലപനത്തെ പറ്റി ചോദിക്കുന്നു. എനിക്ക് പറയാൻ മനസ്സില്ല. മര്യാദക്ക് പറഞ്ഞാലും ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു കൊടുക്കും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അപ്പോഴേക്കും പണിഞ്ഞോ? പറയാം, ഒക്കെ പറയാം. എനിക്ക് വയസ്സറിയിച്ച കാലം മുതൽ അവനെ എനിക്കറിയാം. വയസ്സറിയിച്ചാലോ? അതെന്താ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ വയസ്സറിക്കാൻ? നിങ്ങളെ പെണ്ണുങ്ങൾക്ക് മാത്രമേ വയസ്സറിക്കാൻ പറ്റൂ? ഞങ്ങൾ ആണുങ്ങൾക്ക് അത് ബാധകടി. ഞങ്ങൾ 3 പേരും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഞാനും ഗിരിയും പിന്നെ അവളും. അവനും അവളും തമ്മിൽ മുടിഞ്ഞ പ്രേമവും. പ്രേമോ? കട്ടപ്രേമം. എന്നിട്ടെന്താ, എല്ലാ പെൺകുട്ടികളെയും പോലെ അമേരിക്കന്ന് നല്ലൊരു ആലോചന വന്നപ്പം അവള് കല്യാണം കഴിച്ചിട്ട് പോയി. അന്നു മുതൽ ഗിരിയനോട് മിണ്ടാതുമായി. അതിന് ചേട്ടൻ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല, എന്റെ അപ്പനാ ചെയ്തത്. അപ്പനോ? എടി അവളാടി, നിന്റെ അമേരിക്കനുള്ള കസിൻ, എന്റെ ഇരട്ട സഹോദരി ജൂലി കാഞ്ഞാണി.
ഇടി വഞ്ചകി ജോലി ചേച്ചി. കർത്താവേ, ഞാനും കഴിച്ചാണല്ലോ കല്യാണത്തിന് 2 പ്ലേറ്റ് ബിരിയാണി. അന്നൂരി മാറ്റിയതാ അവൻ ആ ബുള്ളറ്റിന്റെ ബാക്ക് സീറ്റ്.